ഉത്തരാഖണ്ഡിലെ ധരാലി എന്ന ഗ്രാമത്തെ പൂർണ്ണമായും തുടച്ചു നീക്കി ഉത്തരകാശിയിലുണ്ടായ മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലും. ഖീർഗംഗയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം പ്രദേശത്തെ നിരവധി വീടുകളെയും കെട്ടിടങ്ങളെയും കൊണ്ടുപോയി. 4 പേർ മരിച്ചുവെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമെങ്കിൽ പോലും മരണസംഖ്യ കൂടാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. 60 പേരെ കാണാതായി. अरे भाग गया ये मेरी माँ जो ले मेरी माँ जो लो छोटे बाबू मामा चले गया सेफ जगह मामा चले गया सेफ है मंदिर ഏറ്റവും പുതിയ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരും. അഭിലാഷ്, നമ്മളെയൊക്കെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. മനുഷ്യർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഈ കാഷ്വാലിറ്റി സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? കുറേ ആളുകളെ കാണാതായിട്ടുണ്ട്. കൃത്യമായ കണക്കുകളോ മറ്റോ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഇപ്പോൾ? രഞ്ജിത്ത്, ഇന്ന് 1:45 ഇത്തരത്തിൽ ഉത്തരകാശിയിലെ ധരാളി എന്ന ഗ്രാമത്തിലേക്ക് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് 70ഓളം പേരെ പ്രദേശത്ത് നിന്ന് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 60 മുതൽ 70 പേരെ ഇന്ത്യൻ ആർമിയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങളും കൂടി ചേർന്ന് 70ഓളം പേരെ അവിടുന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരം. അതേസമയം മരണക്കണക്ക് ഇപ്പോഴും 4 എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. കാരണം ഈ പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തേക്ക് വാഹനങ്ങൾ എത്തിച്ചേരാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരെ ഈ മണ്ണിനടിയിൽ നിന്ന് കൂടുതൽ ആൾക്കാരെ പുറത്തെടുക്കാനുള്ള ഒരു സമയവും സാഹചര്യവും ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ മരണക്കണക്ക് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത് 4 പേരെന്നുള്ളത് തന്നെയാണ്. എന്നാൽ വരും മണിക്കൂറുകളിൽ ഇത് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മിന്നൽ പ്രളയമാണ് അവിടെ ഉണ്ടായത്. വളരെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ശാന്തമായി ഒഴുകിയിരുന്ന ഒരു നദിയാണ് ഖീർഗംഗ എന്ന് പറയുന്നത്. അവിടേക്ക് പെട്ടെന്ന് 1:45 പ്രളയജലം കുത്തി ഒലിച്ച് എത്തുകയും ഈ ധാരാളി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് കയറി വരികയുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 25 മുതൽ 50 വരെ വീടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളും ഹോട്ടലുകളും റിസോർട്ടുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒറ്റയടിക്ക് നിമിഷ നേരം കൊണ്ട് തുടച്ചു നീക്കിക്കൊണ്ടാണ് ഈ ഖീർഗംഗ നദി അവിടുന്ന് പാഞ്ഞു പോയത്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ 250 മുതൽ 300 ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായ കണക്ക്. അവിടുത്തെ തദ്ദേശവാസികൾ, ആ പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെയാണ്. അവിടെ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും ഒരു ജലം ആ പ്രദേശത്തേക്ക് കുത്തി ഒലിച്ചെത്തുകയായിരുന്നു. അവർക്ക് പലർക്കും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി വലിയ കെട്ടിടങ്ങൾ, ഉയരമുള്ള കെട്ടിടങ്ങൾ അടക്കം നിലം പതിച്ചിരിക്കുകയാണ്. ഇതിനടിയിലേക്ക് ഇതിനു പുറത്തുകൂടി ഈ ഗംഗയിലൂടെ ഒഴുകി വന്ന ജലവും ചെളിയും എല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ച് ദുഷ്കരമായിരിക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല ശക്തമായ മഴയിൽ പ്രദേശത്ത് സുഖി ടോപ്പ് എന്ന് പറയുന്ന മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. അവിടെയും മേഘവിസ്ഫോടനം ഉണ്ടായി. പക്ഷേ അവിടെ ആൾനാശമൊന്നും ഉണ്ടായില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയുണ്ട്. പുറത്തുവരുന്ന കണക്കുകൾ അഭിലാഷ് അത് കൃത്യമാകാൻ സാധ്യതയില്ലല്ലോ. കാരണം റോഡുകൾ പൂർണ്ണമായും നശിച്ചു. മറ്റ് മാർഗങ്ങളൊന്നുമില്ല ഈ പ്രദേശങ്ങളിലേക്ക് പോകാൻ. എയർലിഫ്റ്റിംഗ് മാത്രമാണ് ഇന്ന് കൃത്യമായി രാവിലെ നമ്മൾ കുറച്ചു മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഒപ്പം ഈ ആളുകളുടെ എണ്ണവുമായൊക്കെ ബന്ധപ്പെട്ട് ഇനിയും കാര്യങ്ങൾ വ്യക്തമാകാനുള്ളതല്ലേ ഉള്ളൂ? അതെ, തീർച്ചയായിട്ടും. ഇനി എത്ര പേരാണ് അവിടെ കുടുങ്ങി കിടക്കുന്നത്, ഇപ്പോൾ നിലവിൽ 70 പേരെ രക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു കൃത്യത ഉള്ളത്. എന്നാൽ ഇനി എത്ര പേരെ അവിടെ നിന്ന് രക്ഷിക്കാനുണ്ട്, ആരൊക്കെയാണ് ഈ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നത്? ഇത് നമ്മൾ നേരത്തേക്ക് റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ധാരാളി, ഹർഷിൽ, സുഖി ടോപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ നിരവധി വിനോദസഞ്ചാരികൾ എത്താറുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്നല്ലാതെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും മറ്റ് ഉത്തരാഖണ്ഡിലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നും അതുപോലെ രാജ്യത്തിന് പുറത്തു നിന്നുമൊക്കെ ആരെങ്കിലും
ആരെങ്കിലുമൊക്കെ അവിടെ താമസിച്ചിരുന്നോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. അക്കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഇവിടേക്ക് കൂടുതൽ ആളുകളെത്തി ഈ മഴ ഒന്ന് മാറി അതിനുശേഷം ആൾക്കാരെ രക്ഷിച്ചാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം അത്രയധികം വലിയ മഴയാണ് അവിടെ നടക്കുന്നത്. മാത്രമല്ല നാളെയും ഈ പ്രദേശത്ത് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്കൂളുകൾക്കെല്ലാം അവധി കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്, എത്ര പേരാണ് ഇവിടെ മരണപ്പെട്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുള്ളൂ. വലിയ ദുരന്തമുഖത്താണ് ഈ പ്രദേശങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നു. ഒരു ഗ്രാമം പൂർണ്ണമായും ഒലിച്ചു പോകുന്നു. പ്രളയഭീതിയിൽ പ്രളയം വീണ്ടും വരും. കാരണം നാളെയും വളരെ കൃത്യമായി തന്നെ അവിടെ മഴയുണ്ടാകുമെന്നുള്ള പ്രവചനമുണ്ട്. സ്കൂളുകൾക്കും മറ്റും അവധി കൊടുത്തിട്ടുണ്ട്. നദീതീരങ്ങൾ താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നുള്ളതാണ്. കൃത്യമായി തന്നെ പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിക്കുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും മറ്റും ചെയ്തിട്ടുണ്ട്. Italo